അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ ശൈഖുന ആശിഖ് റസൂൽ കുണ്ടൂർ ഉസ്താദ് കരിങ്കപ്പാറ ഉസ്താദിൻ്റെ അടുത്ത് ഓതുന്ന സമയത്ത് കരിങ്കപ്പാറ ഉസ്താദിനോടത്ത് ആലപ്പുഴ ഒരു ഉസ്താദും കുണ്ടൂർ ഉസ്താദും ചാപ്പനങ്ങാടി ബാപ്പുലിയൊരു മുറബിയായ ഷെയ്ഖാണോ എന്ന് ചോദിച്ചപ്പോൾ കരിങ്കപ്പാറ ഉസ്താദ് ഒരു അക്ഷരം മുണ്ടിയില്ല. അപ്പോൾ മൗനം സമ്മതമാണെന്നുള്ള എനിക്ക് അവരുടെ മനസ്സിൽ അതിങ്ങനെ വെച്ചുകൊണ്ടുവന്നു. പിന്നെ അവിടുന്ന് ഇരിങ്ങറു അൽബീരിയ ദർസിൽ പാലച്ചറമാട് ഓതി. അവിടെ ഓതുന്ന സമയത്ത് തന്നെ ദർസിലൊക്കെ പോയി. പിന്നെയാണ് ബാക്കിയാത്ത് പോയത്. ബാക്കിയാത്തുനിന്ന് വന്ന പാട് കോയപ്പാപ്പാനെ കാണാൻ ചെന്നപ്പോൾ കോയപ്പാപ്പ പറഞ്ഞ് കുണ്ടൂരും കുളത്തിലൊന്നും പോയിട്ട് മീനൊന്നും കിട്ടിയിട്ടില്ല. കാരണം ചാപ്പനങ്ങാടി ബാപ്പുലിയപ്പാപ്പാൻ്റെ അടുത്തത് ഭയങ്കര കോയപ്പാപ്പയാണ് കുണ്ടൂസാന് വിട്ടത്. അങ്ങനെ ചെന്ന പാടേനെ ചാപ്പനങ്ങാടി ബാപ്പുലിയപ്പാപ്പ പറഞ്ഞത് 2,80,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി തീർത്തതിൽ 2 റക്അത്ത് നിസ്കരിച്ചാൻ കഴിഞ്ഞെങ്കിലോന്ന്. അപ്പോൾ നമ്മളൊക്കെ അപ്പോൾ 5 വക്ത് നിസ്കരിച്ചിട്ടുണ്ട്. 5 വക്ത് നിസ്കരിച്ചാൽ നമ്മൾ പൊയ്ന്ന് നമ്മൾ 5,000 കുളിച്ചാലും ചേറുവാക്കി അവൻ ദോശ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ സുജൂദ് കിടന്ന് ആദ്യം തന്നെ കരീനെ കുണ്ടൂസ്താദിനോടാണ് പറഞ്ഞത് 2,70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി തീർത്തതിൽ 2 റക്അത്ത് നിസ്കരിച്ചാൻ കഴിഞ്ഞെങ്കിലോന്ന്. അപ്പം നമ്മൾ വലദിക്റുല്ലാഹി അക്ബർ ഇന്ന സ്വലാത്ത തന്നാനിൽ ഫഹ്ശായി വൽ മുങ്കർ വലദിക്റുല്ലാഹി അക്ബർ. അപ്പം നല്ലോ ദിക്ർ ഇല്ലെങ്കിലേ നമുക്ക് മനസ്സറിഞ്ഞ് നമ്മളെ ദോഷങ്ങളൊക്കെ പോണിക്ക് നിസ്കരിച്ചാൻ കഴിയുള്ളൂ. അതാണ് യഥാർത്ഥ നിസ്കരിച്ചാൻ കഴിച്ച് 2,80,000 ദിക്ർ ചെല്ലണമെന്ന് ചാപ്പനങ്ങാടി ബാപ്പുലിയപ്പാപ്പ കൽപ്പിച്ചു. കോയപ്പാപ്പാണ് വിട്ടത്. അതേമാതിരി മമ്മിക്കുട്ടിയേജി പല സ്ഥലത്തും പോയും ഒരു ദിവസം ആലുവയി പറഞ്ഞ് ഇവിടെ നിൽക്കുകയാണ്. അങ്ങനെ ബാപ്പുലിയപ്പാപ്പാനെ വരുത്തിക്കാണ്ട് കൂടിക്കോന്നറി കൂട്ടിക്കൊടുത്തു. അങ്ങനെ ഈ കരിങ്കപ്പാറ ഉസ്താദിൻ്റെ സമ്മതം ഒന്നും ഉണ്ടാത്ത കാരണം ആലപ്പുഴക്കാരൻ മോലിയർ ആലുവയിനോട് ചെന്ന് ചോദിച്ച് ഒരു മുറബിയായ ഷെയ്ഖിനെ കാട്ടി. അപ്പോൾ ചാപ്പനങ്ങാടി ബാപ്പുലിയപ്പാപ്പാനെ കുറിച്ചോന്ന്. അപ്പോൾ ഉറപ്പായി. അപ്പോൾ കരിങ്കപ്പാറ ഉസ്താദിൻ്റെ മൗനം സമ്മതമാണെന്നുള്ള ഈ മനസ്സിലായി. അപ്പോൾ ആലുവയി പറഞ്ഞത് ആലുവയാണ് ജില്ലാ ട്രെയിൻ നിർത്തിയ മഹാനാണ്. ആലുവയി ബാപ്പുലിയപ്പാപ്പ പറഞ്ഞത് ചാപ്പനങ്ങാടി ബാപ്പുലിയപ്പാപ്പാനെ കുറിച്ചോന്ന്. അതുമാതിരി കക്കിടിപ്പുറത്തോലും ഒരിക്കൽ പറഞ്ഞ് ഐക്കലായ്മീൻ്റെ ഷെയ്ഖാണ് ബാപ്പുലി, അതുകൊണ്ട് വലിയ ആളാണെന്ന്. അതായത് ഐക്കലായ്മക്കാരെന്ന് പറഞ്ഞ ആൾ ഏറ്റവും കേടിനിഷ്ടപ്പെട്ട ആളായിരുന്നു. ഒറ്റ സുഹബത്തുകാരനാണ് ഐക്കലായ്മക്ക വലിയ ദർജയിൽ എത്തിച്ചത്. പഠിച്ചിട്ടില്ല, എല്ലാ തമ്മാടിത്തരും എല്ലാ അക്രമങ്ങളും ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ ബാപ്പുലിയപ്പാപ്പനെ വേറുള്ളവർ ആക്രമിക്കാൻ വന്നപ്പോൾ കടാരി യൂണിറ്റുകളൊക്കെ കാലിയാക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ സഹായിച്ച ഒറ്റ കാരണം കൊണ്ട് അള്ളാഹു തആല വലിയ ദർജയിലാക്കി. പിന്നെ ഒരു ദിവസം കാണാൻ ചെന്നപ്പോൾ 15 വയസ്സ് മുതൽ നിസ്കാരം അതാ ത്വരീക്കത്ത് കൊടുത്തത്. ബാപ്പുലിയപ്പാപ്പ കൊടുത്ത ത്വരീക്കത്ത് 15 വയസ്സ് മുതലുള്ള നിസ്കാരം കള്ളാ കിട്ടണമെന്നാണ്. അപ്പോൾ അത് മുതൽ മെനക്കെട്ട് കള്ളാ കിട്ടിയിട്ട് ഒരു ഇസ്മാണ്ടി ചെല്ലാൻ കൊടുത്ത്. പിന്നെ മൂപ്പര് പറഞ്ഞൊക്കെ ബസ്സൊക്കെ നിൽക്കട്ടെ ആരെ നിൽക്കും. പക്ഷെ ഒരു ആനനെ അവിടെ മതം പൊട്ടി വന്നപ്പോൾ ആന അവിടെ വീണ്. അപ്പോൾ ബാപ്പുലിയപ്പ ചെറിയൊരു മുണ്ടാപ്രായനെ ആക്കിയിലേക്ക് ചെറിയൊരു ഇത് വന്നു. വലിയ ദർജയിലെ ഐക്കലായ്മക്കാരനെ പിന്നെ ഒഫാത്ത എല്ലാവരും പറയും മയമാക്കാനം മരിപ്പിച്ചെന്നായി മരിപ്പിച്ചെന്നെ പഠിച്ചോനെ. വലിയ മാനസിക ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ചങ്ങലി കിടക്കുന്ന സോക്കടൊക്കെ മാറുന്ന അവസ്ഥയ്ക്ക് എത്തിയപ്പോൾ ആദ്യം ചിലവിലൊക്കെ സേവയാണെന്ന് പറഞ്ഞു. ഇത്രയും നമ്മാടിയായ മനുഷ്യൻ ഇങ്ങനെ അത്ഭുതങ്ങൾ കാട്ടുമ്പോൾ സേവയാണ് പറഞ്ഞു. പിന്നെ മരിച്ചാരേ പറഞ്ഞു ദിക്കറല്ലി ദസ്വി മരിച്ചിൻ്റെ ദിവസം ദസ്വി വീണപ്പോൾ ആൾക്കാർ പറഞ്ഞു മഹമാക്കാനെ മരിപ്പിച്ചെന്ന മാതിരി മരിപ്പിച്ച് തരണം പഠിച്ചോനെ. അതാണ് പറഞ്ഞ് കക്കിടിപ്പുറത്തോലെ ഷെയ്ഖായതുകൊണ്ട് വലിയ ആളാണ്. അതായത് അവരുടെ സുഹൃത്തുകൊണ്ട് ഒരാൾ നന്നായാലാണ് മഹാന്മാരുടെ ഉദ്ദേശം. അപ്പോൾ ബാപ്പുലിയപ്പാപ്പ നെറ്റിത്തടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഖലീഫത്ത് റസൂലില്ലാ നെറ്റിത്തടത്തിൽ സ്വർണ്ണത്തിൻ്റെ എഴുത്തിൽ ഇങ്ങനെ ഒരു മക്കാമിൽ സിയാർത്ത് ചെയ്യും. അപ്പോൾ കണ്ട ആളോട് പറഞ്ഞ മൂപ്പര് അത്തപ്പം തന്നെ ബോധം കെട്ടമായി തെളിയ ദിവസം പറയും ഞാൻ എൻ്റെ വഫാത്തിൻ്റെ ദിവസം അല്ലാതെ പറയും. അപ്പോൾ ഖലീഫത്ത് റസൂലില്ല അതാണ് അത്ര. പക്ഷേ ജനങ്ങൾക്ക് വല്ലാതെ ബാപ്പുലിയപ്പോൾ ആ ദിക്കറൊക്കെ എന്ന് വലിയ ദിക്കറാണ്. അപ്പോൾ ആ ദിക്കറ് കൂടാൻ കഴിഞ്ഞാൽ വലിയ തോഫീക്കാണ്. അപ്പോൾ ദിക്കറ അപ്പോൾ നമ്മൾ ബാപ്പുലിയപ്പാൻ്റെ ദിക്കറിൽ എന്തിനാണ് റസൂലുള്ള മുതൽ കുറേ മഹാന്മാർക്ക് ഫാത്തിഹത്തിൻ്റെ അതെന്താ. ഇപ്പോൾ 4 സീതങ്ങളൊക്കെ ഒരു ഹോട്ടലിൽ കയറിയാൽ 2 ചായ പറഞ്ഞു. ബാപ്പുലിയപ്പാൻ്റെ ഷെയ്ഖ് 4 സീതങ്ങൾ ഒരു ഹോട്ടലിൽ കയറിയാൽ 2 ചായ അറിയും. അപ്പം ആലുവയ ബാപ്പുലിയപ്പാപ്പ കുടിച്ചാനെത്തും. അവർ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. ഈ 4 സീതങ്ങളെ മുരീത് മന്നലാകുന്ന് ബാവുലിയർ അതേമാതിരി കറാമത്തട്ടിയാളാണ്. അദ്ദാദിൻ്റെ ചീനി എടുക്കുമ്പോൾ ആലുവയ അബൂക്കുരിയരേന്ന് കുറിച്ച് ചീനി കിടെത്തി. അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധാത. അപ്പം നമ്മൾ ഈ ദിക്റിൻ്റെ മുന്നേ എല്ലാ മശായിഖ് റസൂദ മുതലില്ല തദർനബിയില്ല എല്ലാവർക്കും ഫാത്തിഹ ഓതുന്നതാ. നമ്മളൊരു പരിപാടി ഉണ്ടാകുമ്പോൾ അവരെല്ലാവരും ക്ഷണിച്ച് വരുത്തും പോലെ ഈ മഹാന്മാരെ നമ്മളെ സദസ്സക്ക് ക്ഷണിച്ച് വരുത്തുകയാണ്. അങ്ങനെ ക്ഷണിച്ച് വരുത്തിയിട്ട് അവരെ കൂടുതൽ ഇരുന്നിട്ടാണ് നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് കുറക്കാൻ പറ്റില്ല, കൃത്രിമം ചെയ്യാൻ പറ്റില്ല. അവർ കാട്ടിത്തന്നെ 100 ഇസ്തിഗ്ഫാർ ചെല്ലണം,
ലാ ഇലാഹ ഇല്ലല്ലാഹ് 1000 തന്നെ ചെല്ലണം. യാ ഹയ്യു യാ ഖയ്യൂം 200 ചെല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം 100 ചെല്ലണം. ഫാത്തിഹയും 11 ഇഖ്ലാസും ഖുൽ റബ്ബിൽ ഫൽഖ് പിന്നെ അവനാനി നമുക്ക് ഉദ്ദേശിച്ച ദുആ ദ്വാരക്കാന്ന് പറഞ്ഞു. അത് കുറക്കാനുള്ള അധികാരമില്ല. അത് കുറക്കൽ അവരെ ആ വസീല കിട്ടൂല. അപ്പോൾ ആ വസീല കിട്ടാൻ അവർ പറഞ്ഞ മാതിരി അത് വലിയ തൗഫീഖാണ്. അപ്പോൾ ഈ മഹാന്മാരൊക്കെ സാസ്ക്ക് ഹാദിറാക്കിയിട്ട് നമ്മൾ സാസിലിരിക്കുമ്പോൾ ആ സാസിൽ ഇരിക്കുക എന്ന് അറിയാൻ തന്നെ വലിയ തൗഫീഖ്. അപ്പോൾ അള്ളാഹു തആല അങ്ങനത്തെ ഒരു സാസ്ക്ക് ഇൽമിൻ്റെ സാസായാലും വിക്റിൻ്റെ മജ്ലിസായാലും മൗലൂദിൻ്റെ സാസിലായാലും അവിടെ ഈ മഹാന്മാരെ കൂടിനീൻ്റെ പുറമെ വലിയൊരു സംഘം മലക്കുകൾ ആ സാസ്ക്ക് ഇറക്കിയിട്ട് എന്തിന് ഈ മലക്കുകൾ കുറച്ചൊന്നുമല്ല, അത് ആ സാസിൽ അവരുണ്ടാവുള്ളൂ. പുറത്തിരുന്നേ കിട്ടൂല കൂലി. അഞ്ഞ് വെറുതെ കുത്തുന്നതിലും ആ ഒരു ദ്വായിൽ മലക്കുകൾ തെറ്റ് ചെയ്യാത്ത മലക്കുകളെ ദ്വായ നമുക്ക് കിട്ടുകയാണ്. ഏഴ് ആകാശം വരെ അത്ര വലിയ മലക്കുകൾ ആ സാസിക്ക് പറഞ്ഞേക്കുന്നു. അപ്പോൾ ഈ നമ്മൾ മഖ്ദൂമതങ്ങൾ പറഞ്ഞാൽ ഒതവാവു കൽബിൻ ഹംസത്തും തിലാവത്തു ബി തദബ്ബുരിൽ മഅന വലിൽ ബത്നിൽ ഖല വഖിയാമു ലൈലിൻ വത്തദറുഹു ബിസ്സഹർ വമുജാലസാത്തു സ്വാലിഹിൽ ഫുദ്ദല. മഖ്ദൂമതങ്ങൾ പറഞ്ഞ ഹൃദയം നമ്മൾ ഹൃദയം ക്ലിയർ ആയാലേ നമ്മൾ അമൽ സ്വീകരിക്കുള്ളൂ. അപ്പം നമ്മളെ ഹൃദയം ശുദ്ധിയാൻ പറഞ്ഞത് അർത്ഥം ചിന്തിച്ച് ഖുർആൻ ഓതുക. അർത്ഥം അറിയില്ലെങ്കിൽ പഠിച്ചോനെ എന്നുള്ള വിചാരത്തിൽ ഖുർആൻ ഓതുക. പള്ളവെല്ലാം നടക്കാതിരിക്കുക. പിന്നെ രാത്രി നിസ്കരിക്കുക. പഠിച്ചവനോട് പാതർക്ക് കണ്ണീരൊട്ടിച്ച് വരയ്ക്കുക. മുജാലസാത്ത് സ്വാലിഹിൽ ഫുദ്ദലാണ് ഇത് മജ്ലിസിലിരിക്കൽ. അപ്പം മലക്കുകളെയും ഈ ക്ഷണിച്ചെത്തി ഓതിയ മഹാന്മാർ ഈ ഹദറത്തിൽ ഇരുന്നിട്ടാണ് നമ്മളെന്ത് ചെയ്യുന്നത് ഇക്രലിൻ്റെ. അപ്പം നമ്മൾ ചെയ്യണമായി നമ്മളെ കുത്തിരിന് എന്നാലും അവരെ കൂടുതലിരിക്കുമ്പോൾ ആ മലക്കുകളെ ദോയും ആ പൊറുക്കല്ലത്തെ നമുക്ക് കിട്ടും. അവർ വലിയ മലക്കുകൾ. പിന്നെ മലക്കോട് എന്താ അവർ ചോദിച്ചിട്ടത് പുറത്തു തരാൻ അങ്ങനെ സാധിച്ചാണ് ഞാൻ അവർക്ക് വിചാരിച്ചൊക്കെ ഞാൻ അനുവദിച്ചു കൊടുക്കുമെന്ന് പറയുന്നത് മലക്കുകളെ സാധിച്ചിരുത്തിയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കിട്ടണം എന്ന് നമ്മൾ വലിയ തളീമിലും ആദരവിലും ആ സാഹസിലിരിക്കണം. ഇനി മലക്കുകളുണ്ട്, ഔലിയാക്കന്മാരുണ്ട്, അവർ ഉദൂരിയത്തുണ്ടെന്ന് എനിക്ക് കൂടണം. അപ്പോൾ കൂടാതെ മുജാലസാത്ത് സ്വാലിഹിൻ ഫുദ്ദല കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടണം. അപ്പോൾ നമ്മൾ ഹൃദയ ശുദ്ധിയാവും. അപ്പോൾ അമൽ എന്താവും? രണ്ട് കാര്യം. ഒന്ന് ഹൃദയ ശുദ്ധിയാനുള്ള മരുന്ന് മഖ്ദൂമതകൾ പറഞ്ഞതാണ്. ഒന്ന് നമുക്ക് ദുനിയാവ് രക്ഷപ്പെടാൻ മഖ്ദൂമതകൾ പഠിച്ചത്. അതൊക്കെ അതിക്കാറിൻ്റെ വലിയ തസവുഫാണ്. ലി സലാമത്തി ദുനിയാ ഹിസാലുൻ അർബഉൻ വഫുറു ലി ജഹ്ലിൽ ഖൗമി മന്നുക്കത്ത് ജിയാല ഒത്തക്കൂനു മീൻ സൈബിൽ വിനാസി ബാദില ഒത്തക്കൂനു മീൻ സൈബിൽ വിനാസി ആയിഷ ഒരു സൈബിൻ നഫ്സിക്കലിൽ വിനാസി ബാദില. അപ്പോൾ മഖ്ദൂമതകൾ ദുനിയാവ് രക്ഷപ്പെടാൻ നമ്മൾ ഒരാളോടും വിവരക്കേട് ചെയ്യരുത്. ആരോടും അള്ളാൻ്റെ വിവരക്കേട് ചെയ്ത് ആരെങ്കിലും വിവരക്കേട് അവർക്ക് മാഫ് ചെയ്ത് കൊടുക്കുക. അത് ദുനിയാവുണ്ടാകാനാണ്. ഈ കയ്യിൻ്റെ ഒത്താശകളും പടപ്പുകൾ കാണ്ട് ചെയ്തു കൊടുക്കുക. ഇങ്ങോട്ട് വല്ലാതെ തേടിന ആളാകാതിരിക്കുക. അത് ദുനിയാവുണ്ടാകാൻ മഖ്ദൂമതകൾ പറഞ്ഞു. അപ്പോൾ ദുനിയാവ് രക്ഷപ്പെടാനും ഹൃദയത്തിനുള്ള മരുന്ന് മഖ്ദൂമ പഠിപ്പിച്ചെന്നാണ്. അപ്പോൾ നമ്മൾ മക്കാമുകളൊക്കെ സിയാർത്ത് പോരുന്നത് അവർ സുഹബത്ത് കിട്ടാൻ മുത്തുനബിൻ്റെ സുഹബത്തുകൊണ്ടാണ് സഹാബത്തിന് നക്ഷത്ര തുല്യരാണെന്നുള്ള ആ ദർജ കിട്ടിയത്. അപ്പോൾ ആ സുഹബത്ത് ഈമാനോടുകൂടുള്ള ആ സുഹബത്ത്. അപ്പോൾ ആ സുഹബത്ത് നമുക്ക് നല്ലതും പടക്കും തിരിച്ചറിയാൻ വയ്യാത്ത കാലത്ത് ഗസാലിമാവ് പറഞ്ഞതാണ് മൺമറിഞ്ഞ മഹാന്മാരെ പിടിച്ചോളിന്ന്. അപ്പോൾ ഇങ്ങനത്തെ ഹക്കായ റൂട്ടിലുള്ള മജ്ലിസുകൾ കൂടിയാൽ ആ മഹാന്മാരെ ബന്ധം നമുക്ക് കിട്ടും. അപ്പോൾ അതിനാണ് നമ്മൾ ആ മജ്ലിസ് നല്ല ആദരവും. ഈ മഹാന്മാരുണ്ട്, മലക്കുകളുണ്ട്. കാരണം നമ്മൾ ഒറ്റക്ക് പറഞ്ഞാൽ അള്ളാഹ് നമ്മൾ ഒറ്റക്ക് പറയുന്ന നമ്മളൊരു മജ്ലിസിൽ വെച്ച് പറഞ്ഞാൽ അള്ളാഹ് അതിനെക്കാട്ടും വലിയ മജ്ലിസിൽ നമ്മൾ അള്ളാഹ് പറയുന്നതാണ്. അപ്പം നമുക്ക് ഇങ്ങനെ സാസ് കൂടുതലുണ്ട്. തെറ്റ് ചെയ്യാത്ത മലക്കുകളെ ദുആ നമുക്ക് കിട്ടുകയാണ്. അപ്പം നമുക്ക് പറയാനുള്ളത് നമുക്ക് രക്ഷപ്പെടാൻ മുത്തുനബിനെ മഹബത്ത് ചെയ്യണം, മഹാന്മാരെ മഹബത്ത് ചെയ്യണം. രക്ഷപ്പെടാനുള്ള മാർഗമുള്ളൂ. അമലുകളൊക്കെ നമ്മളത് കാട്ടിക്കൊടുക്കും. അപ്പോൾ നമ്മൾ നിസ്കരിച്ചവരാണ്. നമ്മളിത് തെറ്റ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥ നിസ്കാരമായിട്ടില്ല. അപ്പോൾ നമ്മളെന്ത് പണി? അതിനാണ് ബാപ്പുലിയർ പാപ്പ 2,80,000 ദിക്റല്ലിക്കോളിയും കാതറോലിയെ 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞെങ്കിലാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെന്താണ് കുറച്ച് ആ ചെല്ലിനെ ദിക്റ് ബാപ്പുലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹ് ഹൃദയത്തിൽ നമ്മുടെ ഹൃദയത്തിലുള്ള ഇരുള് നീങ്ങി വിളിച്ചാണ്. അങ്ങനെ വിളിച്ചാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹക്കായ റൂട്ട് നോക്കി പിടിച്ചാൽ അള്ളാഹ് നമുക്ക് തൗഫീക്ക് ചെയ്തിട്ട് നമ്മളെ നല്ലപോലെ ലിസ്റ്റാക്കി തെറ്റേ. കയറും ബർക്കത്തും ഐശ്വര്യങ്ങളും നമുക്കും നമ്മളെ അഹിലിയർക്കും സഹായിച്ചോർക്കും അള്ളാഹ് ഓസാരം തെറ്റേ. നമുക്ക് നമ്മളെ ഉദ്ദേശം ദീനും ദുന്യാവും ദീനുമാണ്. അതിനാണ് മഖ്ദൂമതങ്ങൾ ദുന്യാവ് സലാമത്താൻ. ദുന്യാവിന് നമുക്ക് കിട്ടണില്ല. അപ്പോൾ നമുക്ക് ഒലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീനുള്ള ഇസ്സത്ത് വേണം. ആ ഇസ്സത്ത് നമുക്ക് വേണം. അപ്പോൾ അതും വേണം. ആഖിറ രക്ഷപ്പെടണം. ആക്കിബത്ത് നന്നായി മരിച്ചണം. പുസ്തകീമാണ്ട് വിട്ടെടുക്കുമ്പോൾ അവിടെ നമുക്ക് തിരിച്ചാൻ പറ്റില്ല. അതുവരെ നമ്മൾ പേടിച്ചണം. കാരണം ഉവൈസിൽക്കാരന് എന്തെന്ന് അതിനോട് പറഞ്ഞത് റസൂല്ല നമ്മൾ റസൂല്ല കൽപ്പിച്ചതാണ്. നമ്മൾ ദ്വാരിപ്പിച്ചാൻ വേണ്ടി സഹാബത്തിനെ കൽപ്പിച്ചതാണ്. നമ്മളെ ബേജാറ് വരുമ്പോൾ പോയി ദ്വാരിപ്പിച്ചാൻ വേണ്ടിയിട്ട്
അന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു നിങ്ങൾ കരുണരാജ്യത്ത് ഉവൈസിനെ കൊണ്ട് ദ്വാരിപ്പിച്ചാൽ അവിടെ ചെന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ എന്ത് ഉവൈസ് അവിടെ ഇങ്ങനെ ഇരാന്തനായി അടക്കൊരു ഉവൈസ് അല്ലെങ്കിൽ റസൂല പറഞ്ഞേക്കുന്ന ഉവൈസ് ഇല്ലാന്ന്. അപ്പോൾ ചെന്നപ്പോൾ നായി ഒരു തലക്കന്ന് നിന്നാണ്. ഉവൈസ് റളിയല്ലാഹു അൻഹു തലക്കന്ന് നിന്നാണ്. അപ്പോൾ നായിനോട് പറയും നായേ ഇജ്ജ എൻ്റെ അവകാശം നിന്നോ, ഞാൻ മുസ്തഖീം വിട്ട് കിടന്ന എന്നെക്കാട്ടി മേലെ അല്ലെങ്കിൽ ഇജ്ജാണ് മേലെ. അപ്പം നമുക്കൊന്നും ചിരിച്ചാൻ പറ്റൂല. നമുക്ക് മുത്തുനബിനെ കൊണ്ടും ബദരീങ്ങളെ കൊണ്ടും മഹാന്മാരെ മഹബത്ത് വെച്ച് നമ്മൾ കഴിച്ചിലായി. അവർ നമ്മളെ ദീനും സലാമത്താക്കണം, ആഖിറും സലാമത്താക്കണം. അതിന് നമുക്ക് ഇവരെ തോണം വേണം, ബദരീങ്ങളെ തോണം വേണം, പുറത്തോരെ തോണം വേണം. മരിച്ചുമ്പോൾ ആക്കേപ്പത്ത് നന്നായി മരിച്ചാണ് ഹിസാബില്ലാതെ സ്വർഗത്ത് കിടക്കുക. പക്ഷേ നമുക്കൊക്കെ തോഫീക്ക് ചെയ്ത് തരണം. അതാണ് നമുക്ക് ആവശ്യം. ദോഷങ്ങളൊക്കെ വൃത്തിട്ട് നമുക്ക് ഉള്ളും പുറം ശുദ്ധി, ആരോടും വിരോധമില്ലാത്ത മനസ്സിൻ്റെ ഉടമകളായി കിട്ടണം. അതാണ് ആവശ്യം. അപ്പോൾ നമ്മൾ ഹക്കായ റൂട്ട് മുറുക്കി പിടിച്ചണമെന്ന് പറയാം. അപ്പോൾ ആലുവയൊക്കെ ബാപ്പുവിനെ പിടിച്ചോളി ആവുപുരിയപ്പാൻ്റെ ദർജ മനസ്സിലാക്കണം. അവർക്ക് ഇതിൻ്റെ ദർജ അറിയുള്ളൂ. അപ്പോൾ കുണ്ടൂസ്താദിൻ്റെയൊക്കെ ദർജ കണ്ടില്ലേ, ഇപ്പോൾ കണ്ടില്ലേ, അത് ആ ബാപ്പുലിയപ്പാപ്പൻ്റെ പുസ്താണ്. കുണ്ടൂസ്താദ് കുറേ ചെല്ലിയിട്ടില്ല. ആ ചെല്ലിയപ്പോൾ തന്നെ ഉസ്താദ് കുറച്ചേ ചെല്ലിയപ്പോൾ തന്നെ നിങ്ങൾ ചെല്ലേണ്ടത്. അപ്പോൾ ഉസ്താദ് ആയും തന്നെ ചെറുപ്പത്തിൽ തന്നെ ഔലിയായി ബാപ്പുലിയപ്പ് കണ്ടപ്പോൾ തന്നെ അറിയാം. ബാക്കിയാത്ത് വരുമ്പോൾ തന്നെ നെയ്യത്ത് വെച്ചതാണ്. അള്ളാഹുത്താല അവരെ വജ്ജിൽ നമ്മളെയും ഉറപ്പിച്ച് തരട്ടെ. നമുക്കോ അവരെ വജ്ജിലായിട്ട് ജീവിച്ച് മരിച്ചുമ്പോൾ അവരൊക്കെ ഇവരൊക്കെ വഫാത്തിൻ്റെ അടുത്ത് ബാപ്പുലിയപ്പാപ്പി അവരാ പരമ്പരയിൽപ്പെട്ടവരൊക്കെ വഫാത്തിൻ്റെ അടുത്ത് ഖദർ നബി ഉണ്ടാവുന്നതാണ്. അതാണ് റസൂലുള്ളാഹിൻ്റെ ഫാത്തി കഴിഞ്ഞാൽ പിന്നെ ഖദർ നബിക്കാ ഫാത്തിയ, പിന്നെയാണ് മറ്റവർക്കൊക്കെ. അപ്പോൾ ഖദർ നബിൻ്റെ എല്ലാ മഹാന്മാരെയും നോട്ടങ്ങൾ നമുക്ക് വേണം, അവർ കുരുത്തപൊരുത്തം വേണം, അവരുടെ സഹായങ്ങളും വേണം, നമുക്ക് ഇതിലേക്ക് സഹായിച്ചവർക്കും വേണം. അവർ നമ്മളെ പോരായ്മ കൊണ്ട് നമ്മളെ കൈ വയ്ക്കരുത്. അതുകൊണ്ട് നമുക്ക് യഥാർത്ഥ റൂട്ടിൽ നമുക്ക് അള്ളാഹ് ആക്കി തരണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ അല്ലാഹുമ്മ ഇർഹംനാ ഇർഹമനാ യാ റഹീമുൽ മസ്. ആ ദിക്ർ വേറെ ചാപ്പനങ്ങാടിക്കാരപ്പം കുഞ്ഞാമൂലൊരു പുറത്ത് രണ്ടാഴ്ച ആയിട്ടില്ല. മൂപ്പര് എന്താ പറഞ്ഞത് ബാപ്പുലിയാരെ ദിക്കറിൻ്റെ ആളായി കൂടിക്കോളി എന്ന് മൂപ്പരോട് പറഞ്ഞു. അപ്പോൾ ബാപ്പുലിയപ്പാൻ്റെ ദിക്കറിൻ്റെ മഹത്വം മനസ്സിലാവും. ആചാര്യപ്പാപ്പി ഒന്ന് സ്ഥാപിച്ചാൽ പോലുണ്ട്. അപ്പോൾ ഒക്കെ അവർ ദർജ അള്ളാഹ് ഉയർത്തട്ടെ, അവർ തെർബിയത്തിൽ നമ്മളാക്കി തരട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ അല്ലാഹുമ്മ ഇർഹംനാ ഇർഹമൻ യർഹമുനാ യാ റഹീമുൽ മസാകിൻ ഇർഹം വാലിദീനാ കമാ റബ്ബൗനാ സിഗ്ഹാറ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അസ്സലാമു അലൈക്കും.